ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതാ ഫസ്റ്റ് ഞാൻ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നമ്മളെ ചന്ദ്രമതി തീരെ ഇഷ്ടപ്പെടാത്തൊരു മരുമകളാണ് രേവതി. അപ്പോൾ രേവതിയെപ്പോലെ തന്നെ സച്ചിയും തീരെ ഇഷ്ടമല്ല, രണ്ടുപേരെയും ഒരു വിധത്തിൽ തീരെ ഇഷ്ടമില്ലാത്തതാണ്. നേരെ മറിച്ച് അവർക്ക് ശ്രുതിയെയും നല്ല ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശ്രുതിയുടെ അതായത് അവളുടെ അച്ഛൻ മലേഷ്യയിലാണ്, അവൾക്ക് ഒരുപാട് സ്വത്തുണ്ട് എന്നൊക്കെയുള്ള ധാരണയിലാണ് അവളെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവളെ ഒന്നും അടുക്കള ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ തന്നെ നല്ല റെസ്റ്റൊക്കെ കൊടുത്ത് നല്ല കെയറിങ് ഒക്കെയാണ് ശ്രുതിക്ക്. സച്ചിയുടെയും രേവതിയുടെയും ആ സന്തോഷം കണ്ടിട്ട് ചന്ദ്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്താണ് ഇത്രയും ഇത്രയും സന്തോഷിക്കുന്നത് എന്നുള്ളൊരു വിഷമമായിരുന്നു ചന്ദ്രയ്ക്ക്. അതേപോലെ തന്നെ രേവതിക്ക് നല്ല സന്തോഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു കുഞ്ഞ് പിറക്കാനുള്ള ആഗ്രഹവും സച്ചി അടുത്തിടപഴകുന്നതും അടുത്ത് ഇഷ്ടപ്പെടുന്നതും ഒക്കെ അവൾക്ക് നല്ല സന്തോഷം ഉണ്ടാക്കി. സച്ചിയാണെങ്കിൽ കുഞ്ഞ് പിറക്കുന്ന ആ സ്വപ്നം കണ്ട സന്തോഷത്തിലുമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അച്ചമ്മ വിളിച്ച് പറയുകയും ചെയ്തല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ രേവതിക്ക് മോളെ, നിനക്ക് ഒരു മഹാലക്ഷ്മിയെ പോലെ തന്നെ നിന്നെപ്പോലെ തന്നെ മഹാലക്ഷ്മിയായിട്ടുള്ള ഒരു മോളാണ് പിറക്കാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അവർ ശ്രുതിയെയും നോക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ വിഷമത്തിൽ അവരെ നോക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ആദ്യം കുഞ്ഞുങ്ങൾ വേണ്ടത്, അതിനുശേഷമാണ് അവൾക്ക് കുഞ്ഞുണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയിലാണ് സച്ചി അതായത് പറഞ്ഞാൽ ചന്ദ്ര നിൽക്കുന്നത്. ആടിമാസത്തിൻ്റെ പേരും പറഞ്ഞ് രേവതിയുടെ അമ്മയെ വിളിപ്പിക്കുകയാണ്. അതായത് പറഞ്ഞാൽ അമ്മയെ വിളിക്കുന്നത് അതും രാത്രിയിൽ 1 മണിക്കാണ് വിളിക്കുന്നത്. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയും കിട്ടുന്നില്ല, അതുകൊണ്ട് വിളിക്കുകയാണ്. ബാമയെയും വിളിച്ചു ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്താ ഇപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉപദേശപ്രകാരമാണ് വിളിച്ചത്. ആടിമാസത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവളുടെ അമ്മയെ വിളിച്ചു. അമ്മ രാവിലെ തന്നെ എത്തി അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിമാസത്തിൻ്റെ പേരിൽ അവിടെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ശ്രുതിക്കും കുഞ്ഞുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെ സച്ചിയാരാ മോൻ. കാര്യം എന്ന് പറഞ്ഞാൽ സച്ചി അവിടെ കൊണ്ടാക്കുന്നതിൽ അവനിക്ക് ഒരു ഇഷ്ടവും ഇല്ല ഇപ്പോൾ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല സ്നേഹത്തോടെയാണല്ലോ അവർ രണ്ടുപേരും കഴിയുന്നത്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുകയാണ്. ആരും അറിയാതെ തന്നെയാണ് പോകുന്നത്. വീട്ടിലുള്ള അതായത് ചന്ദ്രയും മറ്റുള്ളവരൊന്നും അറിയാതെ തന്നെ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രേവതിയുടെ വീട്ടുകാരോട് പറയുകയാണ്, ഞാനിവിടെ അടുത്ത് ഒരു ഓട്ടത്തിന് വന്നതാണ്, അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്, അന്നേരം നിന്നെ കണ്ടിട്ട് പോവാം എന്ന് കരുതി കയറിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അച്ഛന് പക്ഷേ സച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ല. അച്ഛന് വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, സച്ചി മോനെ നീ എവിടെയാണുള്ളത്, നീ എന്താ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ചോദിച്ച് വിളിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് കാര്യം തുറന്ന് പറയാണ്, അച്ഛൻ ഞാൻ രേവതിയുടെ വീട്ടിലാണുള്ളത് എന്നൊക്കെ പറയാണ്. രേവതിക്ക് സച്ചി വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. രേവതി ചിന്തിക്കുകയാണ്, അതായത് പറഞ്ഞാൽ സച്ചിയേട്ടൻ എന്നെ കാണാൻ ഇപ്പം തീരെ പറ്റില്ല, അതുകൊണ്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ ഈ പേരും പറഞ്ഞിട്ട് വന്നത് എന്ന് അവൾ അപ്പം തന്നെ ചിന്തിച്ചു. സച്ചിയുടെ മുഖത്തുണ്ടാകുന്ന ആ ചമ്മൽ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും കാര്യം എന്താണെന്ന്. അപ്പോൾ ഒരു ചമ്മലോട് കൂടിയാണ് സച്ചിയുടെ എപ്പോഴുള്ളൊരു ഒരു ഒരു ഒരവസ്ഥ. ആടിമാസമായതുകൊണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിർത്താറില്ല. അവളുടെ സ്വന്തം വീട്ടിൽ അമ്മ വീട്ടിൽ തന്നെ പറഞ്ഞേക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ചന്ദ്ര അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര മറ്റൊരു കാര്യം ആലോചിച്ചപ്പോൾ ചന്ദ്രയ്ക്ക് തോന്നി കാര്യം അങ്ങോട്ടേക്ക് അവളുടെ വീട്ടിലേക്ക് തന്നെ അയക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെയാണ് അവളുടെ വീട്ടിലേക്ക് അയച്ചത്. കൂടാതെ ആ വീട്ടിലെ ജോലി മൊത്തം രേവതിയാണ് എടുത്ത് തീർക്കേണ്ടതും. എത്ര വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാലും രേവതിയാണ് അവിടുത്തെ ജോലി മൊത്തം ചെയ്ത് തീർക്കേണ്ടത്. അതിൻ്റെ പുറമെ സച്ചിയുടെയാണ് ചിലവും. അപ്പോൾ സച്ചി ചിന്തിക്കുകയാണ്, ഞാനില്ലാതെ ആ വീട്ടിലെ ചിലവുകളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കട്ടെ, രേവതി ഇല്ലാതെ അടുക്കളപ്പണിയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് നോക്കണം. അപ്പോൾ സച്ചി ഇത് രണ്ടും കണക്കൂട്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ആ സുധി എന്ന് പറയുന്നവൻ നല്ല രീതിയിൽ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ ന്യായം പൈസ വീട്ടിലൊന്നും കൊടുത്തിട്ടുമില്ല. ചിലവിനുള്ള പൈസ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൈസ കൊടുക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതാണ്. എൻ്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന് സച്ചി പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ഇനി അങ്ങോട്ട് ഇവിടെയാണോ നിൽക്കുന്നത് എന്ന് സച്ചിയോട് ചോദിക്കുകയാണ്. അല്ല, അങ്ങനെയല്ല, പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ടൊന്ന് തല കാണിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അവരറിയാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോവുകയും ചെയ്യണം. അപ്പോൾ സച്ചിയോട് രേവതി ചോദിക്കുകയാണ്, കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ അറിഞ്ഞാൽ എന്താ കുഴപ്പമോ, അറിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു അതായത് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണല്ലോ ഇത്രയും നാൾ കഴിഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് അടുത്തത് എന്താണ് എന്നൊക്കെ അവർ വീട്ടുകാർ ചോദിക്കുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കണ്ട, ഇടയ്ക്ക് അവിടെ ഒന്ന് പോയിട്ട് തല കാണിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ. ഭാര്യ ഇവിടെ നിന്ന് പോയപ്പോൾ അവൻ അവിടത്തേക്ക് ഭാര്യയെ നോക്കിപ്പോയി, ഒരു പെൺകോന്തം എന്നൊക്കെ എൻ്റെ അമ്മ തന്നെ പറയുമല്ലോ, മറ്റൊരാൾ പറയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയെ തന്നെ വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. രേവതിയോട് സച്ചി പറയാണ്, അതായത് പറഞ്ഞാൽ നിൻ്റെ വീട്ടിലിപ്പം വേറെ ആരും ഇല്ലല്ലോ, നിൻ്റെ അനിയനാണെങ്കിൽ പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്,
പിന്നെ ഇവിടെ 3 പെണ്ണുങ്ങന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും കൂടി ഇവിടെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നമോ, എന്താണ് നല്ലതല്ലേ എന്നൊക്കെ പറയാണ്. അച്ഛനും ഈ സന്തോഷമൊക്കെ അമ്മയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതായത് പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമാവുമല്ലോ, അത് വിചാരിച്ചിട്ട് അച്ഛമ്മയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. സച്ചി പഴയതുപോലെയൊന്നുമല്ല, സച്ചി ഇപ്പോൾ ഒരുപാട് മാറിയിന്. സച്ചി ഇപ്പോൾ അവളുടെ വീട്ടിലിടക്കിടക്ക് പോവുക, അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അച്ഛമ്മയെ വിളിച്ചിട്ടും ഇവരെ അറിയിക്കുകയാണ്. രണ്ടുപേർക്കും ഇപ്പോൾ തീരെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അതായത് അവൾ പോയതിൻ്റെ പിന്നാലെ തന്നെ അവനും പോകുന്നുണ്ട്. അതായത് അവളുടെ അമ്മ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടാണുള്ളത്. അപ്പോൾ ആ സമയത്തും അവൻ അവിടെ പോകുന്നുണ്ട് എന്നൊക്കെ അച്ഛമ്മയോട് വിളിച്ച് പറയാണ്. അച്ഛമ്മയ്ക്കും അതുപോലെ തന്നെ ഇതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളുമായി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ അവർക്കും നല്ല സന്തോഷം തോന്നി. പിന്നെ ഈ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു കുഞ്ഞും കൂടി പിറക്കണം എന്നാണ് അച്ഛമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ മാത്രമേ അവരുടെ ലൈഫൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊക്കെ അച്ഛനോട് പറയുകയാണ് അച്ഛമ്മ. പിന്നെ ഏകദേശം രേവതി തിരിച്ചു വരാനുള്ള സമയമായി. കാര്യം എന്ന് പറഞ്ഞാൽ പോയിട്ട് കുറച്ചായി, ആ രീതിയിൽ കുറച്ച് തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്. അച്ഛൻ അതുപോലെ തന്നെ ചന്ദ്രയോട് പറയാണ്, അവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടാണല്ലോ ഇവിടുന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയത്. അതുപോലെ ചന്ദ്രയെ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് അവളെ തിരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ അച്ഛൻ അമ്മയോട് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഓ നമ്മൾ പോയിട്ട് വിളിച്ചിട്ട് വേണമല്ലേ ഇനിയിപ്പോൾ അവൾ വരാൻ വേണ്ടിയിട്ട്, അവൾക്ക് വേണമെങ്കിൽ വരട്ടെ എന്ന് പറയാണ് ചന്ദ്ര. അല്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ, അവൾക്ക് തോന്നുമ്പോൾ വരട്ടെ. അപ്പോൾ ചന്ദ്രയോട് രവീന്ദ്രൻ പറയാണ്, നീ പറയുന്നത് പോലെ തന്നെ അനുസരിച്ചിട്ട് അവർ വന്നിട്ട് അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലേ, അതുപോലെ തന്നെ അവിടെ പോയിട്ട് തിരിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളെ തിരിച്ച് വീട്ടിൽ വിളിച്ചു കൊണ്ടിരുന്ന ഏർപ്പാടൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ രവിയേട്ടൻ ചന്ദ്രയോട് പറയാണ്, നിൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല, നീ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, നീ നന്നാവില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് പറയാണ്, സച്ചി മോനെ നമുക്ക് പോയിട്ട് അവളെ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറയാണ് സച്ചിയോട്. ആ ശരി അച്ഛാ, നമുക്ക് പോയിട്ട് രേവതിയെ വിളിച്ചു കൊണ്ടുവരാം, നമുക്ക് തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ചന്ദ്ര പറയാണ്, ഓ രേവതിയെ കാണാതെ അവന് ഉറക്കം വരുന്നില്ല, രേവതിയെ കൂട്ടിക്കൊണ്ടുവരാതിരിക്കാൻ പറ്റുന്നില്ല അവന് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുകയാണ്. ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ, അതായത് സച്ചി ഇടക്കിടക്ക് അവിടെ ആ വീട്ടിൽ രേവതിയെ കാണാൻ വേണ്ടി പോകുന്ന കാര്യമൊന്നും ചന്ദ്രയ്ക്ക് അറിയില്ല. എങ്കിലും ചന്ദ്ര അറിയാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പോൾ അച്ഛനും മോനും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അങ്ങനെ അവർ അച്ഛനും മോനും പോയിട്ട് രേവതിയെ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷമാണ് അവൾക്ക് ഒരു വെള്ളായ്മയോ കയ്യായ്മയോ ഒക്കെ തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷീണോ ഛർദിയോ ഒക്കെ തോന്നുന്നുണ്ട് രേവതിക്ക്. അങ്ങനെ കണ്ട് അത് കുറച്ച് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ സംശയത്തോടെ നിന്ന്, അതിനുശേഷം പിറ്റേന്ന് അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് ഒരു വല്ലാത്ത രീതിയിൽ ക്ഷീണമാവുകയും തലയിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഛർദി നോക്കാനൊക്കെ വന്ന് അങ്ങനെ വാഷ് ബേസിലേക്ക് ഛർദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടു വന്ന ചന്ദ്രമതി ആകെ ഞെട്ടിപ്പോയി, വല്ലാതെ ഷോക്കടിച്ചതുപോലെയായി. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഛർദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി ഏകദേശം. ചന്ദ്ര എന്നിട്ട് അവളടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ, എനിക്കെന്തെങ്കിലും പറ്റിയോ, കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവൾ പറയാണ്, ഇല്ലമ്മേ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, എനിക്ക് രാവിലെ മുതലേ ഉണ്ട് വല്ലാത്തൊരു ക്ഷീണവും ഉണ്ട്, പിന്നെ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട് എന്ന് രേവതി പറയുകയാണ് അമ്മയോട്. വീണ്ടും അപ്പം ചന്ദ്രമതി ഞെട്ടലോടെ ചിന്തിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവളെങ്ങാനും പണി പറ്റിച്ചോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു ധാരണയിൽ അവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് മനസ്സിൽ. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കുട്ടിയാകുന്നതിന് മുമ്പേ ആകുന്നതിൻ്റെ ഒരു വിഷമമാണത്. എന്നാലും അവൾ പോയിട്ട് ഏകദേശം ഒരു മാസം ആവുന്നതല്ലേ ഉള്ളൂ, അങ്ങനെ ആവാനൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വേറെയും മനസ്സിലുണ്ട്. രേവതിക്ക് പിന്നെ തീരെ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ഒരു വല്ലാത്ത രീതിയിലായതുകൊണ്ട് അവൾ പോയി കിടക്കുകയാണ്. അങ്ങനെ കിടന്നത് കണ്ടിട്ട് സച്ചി ചോദിക്കുകയാണ്, എന്താ രേവതി നിനക്കെന്താ പറ്റിയത്, നിനക്കെന്താ അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വിഷമത്തോടെ. അപ്പോൾ രേവതി പറയാണ്, അറിയില്ല സച്ചിയേട്ടാ, എനിക്ക് വല്ലാതെ ഒരു ക്ഷീണം തോന്നുകയും പിന്നെ വയറുവേദനയോ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ രവിയേട്ടൻ അച്ഛൻ പറയാണ്, രേവതിക്ക് രാവിലെ വഴിയാടാ, നീ ഒന്ന് ഒരു കാര്യം ചെയ്യും, നീ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് പോരി എന്ന് രവിയേട്ടൻ പറയാണ് സച്ചിയോട്. രേവതി പോകാനൊന്നും കൂട്ടാക്കുന്നില്ല. എന്നിട്ടും നിർബന്ധിച്ച് സച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് രേവതിയെ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ ഓരോരോ ടെസ്റ്റുകളൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത്, അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. എങ്കിലും ഡോക്ടർ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി, എത്ര വർഷമായി എന്നൊക്കെ ചോദിക്കുകയാണല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അങ്ങനെ അതൊക്കെ അവൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത്, പിന്നെ ലാസ്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റും മറ്റും ഒക്കെയാണ് ചോദിക്കുന്നത് ഡോക്ടർ. അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് മറുപടി പറയാണ്.
അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡേറ്റൊക്കെ നോക്കുമ്പോൾ പ്രഗ്നൻസിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്രഗ്നൻസിൻ്റെ ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം, അല്ലാണ്ട് എന്തായാലും ദിവസം തെറ്റിയിട്ടാണല്ലോ ഉള്ളത് എന്ന് പറയുകയാണ് ഡോക്ടർ. അത് കേട്ടപ്പോൾ രേവതിയും സച്ചിയും ഒന്ന് ഞെട്ടുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സച്ചി അങ്ങനെയൊക്കെ സ്വപ്നത്തിലൊക്കെ കണ്ടതെങ്കിലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. രേവതി തീരെ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയാണ് അവർ ഒന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി. അവർക്കിത് കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്, പിന്നെ ഒരു അമ്പരപ്പുണ്ട്. അങ്ങനെ ആ ടെസ്റ്റിന് വേണ്ടി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണമല്ലോ. അതങ്ങനെ അവർ അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെ പറഞ്ഞാലും സച്ചിക്ക് ആ ഒരു ചമ്മൽ മാറിയിട്ടില്ല, ഇതുവരെ വിട്ട് മാറിയിട്ടില്ല. അങ്ങനെ ചമ്മലുള്ളത് കാരണം രേവതിയുടെ മുഖത്ത് നോക്കാൻ വേണ്ടി അവനൊരു ഒരു ഒരു ഭയം പോലെ. അപ്പോൾ രേവതിയുടെ മുഖത്ത് നോക്കുന്നില്ല, പക്ഷേ രേവതിയെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പോസിറ്റീവ് ആവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവൾക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണല്ലോ ഇതൊരാൾ ആയാലും. അപ്പോൾ അവളങ്ങനെ ആഗ്രഹിക്കുകയാണ് അതിനെ പോസിറ്റീവ് ആകണം എന്നുള്ള ഇതിലാണുള്ളത്. സച്ചിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്തൊരു രീതിയിലുമാണ് അത്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ചമ്മൽ വിട്ടുമാറുന്നില്ല. പിന്നെ സിസ്റ്റർ വന്ന് വിളിക്കുകയാണ്, അതായത് സച്ചിയെ രേവതിയെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വന്ന് വിളിച്ചപ്പോൾ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഡോക്ടർ അവരെ കണ്ടപ്പാട് തന്നെ പറയാണ് കൺഗ്രാജുലേഷൻസ് പറയാണ്. കാര്യം നിങ്ങളൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഡോക്ടർ വിളിച്ച് പറയാണ്. രേവതിക്ക് അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. സച്ചിക്കാണെങ്കിൽ സന്തോഷമുണ്ട്, പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചമ്മലും ഉണ്ട്. അതുകൊണ്ട് കല്യാണമേ വേണ്ട എനിക്ക് എന്നൊക്കെ പറഞ്ഞ് നടന്നതാണല്ലോ, അതായത് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നതായതുകൊണ്ട് ആ ഒരു ചമ്മലും ഉണ്ട്. ചമ്മൽ കൊണ്ട് നടന്ന് ഞാൻ ഇതാ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്നു, ഇനിയിപ്പോൾ എല്ലാവരുടെയും മുഖത്തെങ്ങനെ നോക്കും, ഒരു വല്ലാത്ത വിഷമമാണല്ലോ. അതായത് പറഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കുമല്ലോ എന്നുള്ള ഒരു വിഷമത്തോടെയാണ് സച്ചിയുള്ളത്. രേവതിയുടെ മുഖത്താണ് അതും നോക്കാൻ അവനൊരു ചമ്മലാണ്. പിന്നെ രേവതിയോട് ഡോക്ടർ പറയുകയാണ്, അതായത് നല്ല ക്ഷീണവും നല്ല വിളർച്ചയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ വേണം, നല്ല വൈറ്റമിൻസിൻ്റെ ടാബ്ലറ്റ്സൊക്കെ ഞാൻ എഴുതി തരാം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, നല്ല സന്തോഷത്തോടെ നിൽക്കണം എന്നൊക്കെ രേവതിയോട് ഡോക്ടർ പറയാണ്. ശരീരത്തിന് കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണം, നല്ല കടുത്ത പണിയൊന്നും എടുക്കാൻ പാടില്ല, വീട്ടു ജോലിയൊക്കെ അതായത് കുറേശ്ശെ എടുക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ശരീരത്തിന് റെസ്റ്റൊക്കെ കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ കാറിലിരുന്നിട്ട് സച്ചി രേവതിയോട് ചോദിക്കുകയാണ്, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സച്ചി രേവതിയോട് വണ്ടിയിൽ നിന്ന് ചോദിക്കുകയാണ്, അതായത് നമ്മളിപ്പോൾ ഈ കാര്യം ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പറയും, നമ്മളിങ്ങനെ അടുത്ത കാര്യമൊന്നും അവർ അറിയുന്നില്ലല്ലോ, അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് പറയൂ എന്ന് പറയണം. അപ്പോൾ രേവതി പറയണം, എന്താ പറയുന്നത്, എന്താ ഈ കാര്യം പറയുന്നത് എന്താണെന്ന് രേവതി ചോദിക്കുക. ഇനിയിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ വേറെ ആരുമല്ല, മറ്റാരേക്കാളും പറയാൻ എന്തായാലും എൻ്റെ അമ്മ തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആഗ്രഹം ശ്രുതിക്കും ഒരു കുഞ്ഞ് ആദ്യം പിറക്കണമെന്നാണല്ലോ. അപ്പോൾ മറ്റാരേക്കാളും പറയാൻ എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ സച്ചിയോട് രേവതി പറയാണ്, ഇതൊക്കെ ആദ്യമേ ഓർക്കണം, ഇതെന്തായാലും കുഞ്ഞുണ്ടാവുന്ന കാര്യം തന്നെയാണല്ലോ, അപ്പോൾ ഇത് ആദ്യമേ ഓർക്കേണ്ട കാര്യമാണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ട് അവർക്ക് അങ്ങനെ ഊഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിലെത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ അച്ഛൻ ചോദിക്കുകയാണ്, കാര്യം എന്ന് പറഞ്ഞാൽ എന്താ മോനെ സച്ചി, എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അച്ഛൻ ചോദിക്കുകയാണ് സച്ചിയോട്. അപ്പോൾ സച്ചി ഒരു വല്ലാത്ത ഇതിൽ ചമ്മനോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. സച്ചി അകത്തേക്ക് കയറിപ്പോയപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ്, അച്ഛൻ ചോദിക്കുകയാണ് രേവതിയോട്, എന്താ മോളെ ഡോക്ടർ എന്താ പറഞ്ഞത്, എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ രേവതി പറയാണ്, ഇല്ല ഒന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ രേവതി വിശദീകരിച്ച് അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രനെ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതേയിരിക്കും അല്ലേ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയത് എന്ന് പറയുകയാണ് രേവതിയോട്. സച്ചി അങ്ങനെ അകത്തേക്ക് കയറിപ്പോയത് കാരണം. ഇത് കേട്ടപ്പോൾ അച്ഛൻ രേവതിയെ ഒന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറോട് എന്താ മോളെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ രേവതി പറയാണ്, കുഴപ്പമൊന്നുമില്ല അച്ഛാ, നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണുള്ളത്. റെസ്റ്റ് എടുക്കാൻ പറയുകയും ചെയ്തു, പിന്നെ കുറച്ച് ടാബ്ലറ്റ്സൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, മോളെ ഇനി ഈ വീട്ടിലെ പണിയൊക്കെ കുറേശ്ശെ ശ്രദ്ധിച്ചെടുക്കണം, ഈ വീട്ടിലെ പണി മൊത്തം നീയല്ലേ എടുക്കുന്നത്, അതിൻ്റേതായ ക്ഷീണം ഉണ്ടാവുമല്ലോ നിനക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം എന്ന് പറയാണ്. ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നീ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് എടുക്കണം നമ്മൾ, അല്ലെങ്കിൽ പിന്നെ അത് ദോഷം ചെയ്യും. എന്തായാലും ഇപ്പോൾ നിൻ്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യമാണ് നോക്കേണ്ടത്. അപ്പോൾ നീ റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് തന്നെ എടുക്കണം. അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്ന സമയത്ത് അതായത് അച്ഛൻ പറയാണ്, അറിഞ്ഞില്ലേ ചന്ദ്രയെ, നിൻ്റെ മകന് ഒരു കുഞ്ഞ് പിറക്കാൻ വേണ്ടി പോകുന്നു എന്ന് ചന്ദ്രയോട് അപ്പോഴാണ് പറയുന്നത്. ചന്ദ്രമതി വിചാരിച്ച് ശ്രുതിയുടെ കാര്യമാണ് പറയുന്നത്. കാര്യം ശ്രുതിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രമതി വിചാരിച്ച് ഫസ്റ്റ് തന്നെ ശ്രുതിയുടെ കാര്യമാണെന്ന് പറയുന്നതെന്ന് വിചാരിച്ച് നല്ല സന്തോഷത്തോടെ നിന്നതാണ്. ആണോ മോളെ എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടെ പോയിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് ചന്ദ്ര.
അപ്പോൾ കെട്ടിപ്പിടിച്ച് കണ്ടിട്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ പറയാണ് ശ്രുതിയല്ല രേവതിയാണ് പ്രഗ്നൻ്റ് ആയതെന്ന്. ഇത് കേട്ട ചന്ദ്രമതി ഷോക്കടിച്ചതുപോലെയായി, ഇടിത്തി വീണതുപോലെയായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് രേവതി പ്രഗ്നൻ്റ് ആയെന്നോ? അതെങ്ങനെ ശരിയാവും? അത് പറയുന്നത് എങ്ങനെ? കാര്യം എന്ന് പറഞ്ഞാൽ 2 മാസം അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ അതെങ്ങനെ ശരിയാവും? അത് നീ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അതിനെ പറ്റിയിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയൊന്നും ചെയ്യണ്ട. എന്തായാലും നിൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണ് രേവതിക്ക് ഉള്ളത് എന്ന് പറയാണ്. അതിനുശേഷം പിന്നെ അവർ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് പറഞ്ഞാൽ രേവതിയെപ്പറ്റി അതൊക്കെ പറയുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പിരിഞ്ഞിട്ട് അവൾ 2 മാസമായി അവളുടെ വീട്ടിൽ നിൽക്കുന്നത്, അതെങ്ങനെ ശരിയാവും, അതെങ്ങനെ അവൾക്ക് കുഞ്ഞുണ്ടായി എന്നൊക്കെ പറയാണ്. ഇതൊക്കെ ആരതാണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് രേവതിയെ. ഇതുകൂടിയായപ്പോൾ പ്രത്യേകിച്ച് ചന്ദ്ര അവളെയും അവളുടെ വീട്ടുകാരെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അമ്മേ എന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറ്റി മോശമായിട്ടൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ അമ്മയോട് പണ്ടേ പറഞ്ഞതാണേ അമ്മേ. ഈ കുഞ്ഞ് എന്തായാലും അമ്മയുടെ മകൻ്റെ കുഞ്ഞ് തന്നെയാണ്. അമ്മയ്ക്കൊരു സംശയം വേണ്ട. അമ്മയുടെ മകനില്ലാത്ത സംശയം അമ്മയ്ക്ക് വേണ്ട. അമ്മയുടെ മകനോട് ചോദിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര ചിന്തിക്കുകയാണ്, ഇതുവരെ ഞാൻ ചിന്തിച്ച കാര്യങ്ങളൊന്നും എന്തായാലും വർക്കൗട്ടായില്ല എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, സച്ചിയുടെ ചമ്മല് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം ഏകദേശം പിടികിട്ടി. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ആൾ.